അടുത്തത് നിങ്ങളുടെ മുന്നിൽ വരുന്നത് പഴയകാല നടി ഷീലയാണ്. ഷീല, അയ്യോ, എന്റെ മാത്തക്കുട്ടി വെച്ചാലുണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലം അങ്ങോട്ട് വിൽക്കാമല്ലേ വക്കീലെ. കൊച്ചുമുതലാളി, എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു പാവമാണ്. അടുത്തത് നമ്മുടെ മുന്നിൽ വരുന്നത് മലയാളത്തിൽ മറ്റൊരു താരം രേവതിയാണ്. രേവതിനെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കാം. എനിക്ക് റൂമത്തിനാന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. ഇയാൾ പറയാണ് ഇത് ഇയാളുടെ ഹോട്ടലാണ്. അപ്പൊ ഞാൻ അപ്പൂപ്പൻ അമ്മ എല്ലാവരും ചുറ്റ വിളിച്ചു. പിന്നെ വേറെ ഒരാളിനെ പിടിക്കാൻ വന്നപ്പോ ഈ കൊട എടുത്ത് അതിന്റെ വയറ്റിൽ ഒറ്റ കുത്തുകുത്തി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചെയ്തുള്ളൂ. അത് ഇങ്ങനെ കാണാൻ വയ്ക്കുന്ന. അടുത്തതോടെ വരുന്നത് മലയാള സിനിമയിലെ കോമഡി താരമായ ശ്രീ കൽപ്പനയാണ്. കൽപ്പന, അടുത്തതോടെ വരുന്നത് നന്ദനത്തോടെ മലയാള സിനിമയിലെത്തിയ ശ്രീ നവ്യ നായരാണ്. നവ്യ നായരെ നമുക്ക് ഈ വേദിയിൽ ക്ഷണിക്കാം. നവ്യ നായർ, കൃഷ്ണ, ഞാനീ കേൾക്കണതൊക്കെ സത്യം തന്നെയാണോ? വന്നിരിക്കണോ? സ്വപ്നത്തിക്കൊണ്ട് അതേ കല്യാണ ചെക്കൻ സുന്ദരനാട്ടോ. എന്റെ മനോഹരനോട് ഞാൻ എന്തോ അങ്ങനെയാ പറയൂ. ഇനി പറഞ്ഞിട്ടൊന്നും ഫലമില്ലാച്ച ഞാൻ ഇവിടുന്ന് പോവും. എല്ലാ കാര്യങ്ങൾക്കും ശക്തി തരണം എന്റെ ഗുരുവായൂരപ്പ. അടുത്തത് ഇവിടെ വരുന്നത് മലയാള നടിക്കുള്ള മികച്ച അവാർഡ് നേടിയ കാവ്യമാധവനാണ്. കാവ്യമാധവൻ ഏഷ്യൻ അവാർഡ് ഫിലിം അവാർഡ് കിട്ടിയപ്പോൾ അതിലെങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കാവ്യമാധവൻ, കമോൺ സിസ്റ്റേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഏഷ്യനെറ്റിന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചതിന്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുന്നത്. ബനാറസ് എന്ന് പറയുന്ന സിനിമയിൽ അമൃത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനാണ് അവാർഡ് കിട്ടിയത്. ആ സിനിമയുടെ പിന്നെ പ്രവർത്തിച്ച ഓരോരുത്തരോട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എന്നെ ഒന്നും പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോട് നന്ദി. അടുത്തതായി ഇവിടെ വരുന്നത് മലയാള സിനിമയിലെ മറ്റൊരു നടി ഭാവനയാണ്. ഭാവന, കമോൺ സിസ്റ്റേഴ്സ്. കണ്ണാടിക്കാവനമ്മേ, നാളെ നടക്കണമെങ്കിൽ റിസൾട്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാനാ, വലിയ വീട്ടിലെ കുട്ടികളെ ലക്ഷങ്ങളാ എൻട്രൻസ് കോച്ചിന് മാത്രമായിട്ട് പൊട്ടിക്കണവേ. അപ്പോഴാ ഇവിടെ ഒരു സാധു ദാരിദ്ര്യക്ക് താഴെ കുത്തിരുന്ന സ്വയം പഠിത്തം. ഇതിനൊക്കെ അതിമോഹം കാണാണ്ട് എന്താ പറയാ, എനിക്കൊക്കെ നല്ല വസ്തു പൂജ്യം കിട്ടും. അതെ, ഈ കഷ്ടമൂർത്തിയാണ് പാവാട്ടോ, എനിക്കിഷ്ടായി. ഇതോടുകൂടി മന്ത്രിമാരും നടന്മാരും